മെട്രോ റെയിൽ അങ്ങനെ പ്രതീക്ഷയുടെ ട്രാക്കിലേക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറന്നിട്ട വ്യാപാര സാധ്യതകൾക്കിടയിൽ തലസ്ഥാന നഗരത്തിന്റെ തലവര മാറ്റുന്ന പദ്ധതി വേഗത്തിലാക്കാൻ ധാരണ. മെട്രോ റെയിലിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. IT നഗരമായ കഴക്കൂട്ടത്ത് നിന്ന് തുടങ്ങി ശ്രീകാര്യം, ഉള്ളൂർ, മെഡിക്കൽ കോളേജ്, പട്ടം, പാളയം, സെക്രട്ടേറിയറ്റ് വഴി തമ്പാനൂരിലേക്കാണ് നിർദ്ദിഷ്ട തിരുവനന്തപുരം മെട്രോയുടെ ആദ്യഘട്ടം. പിന്നീട് സിവിൽ സ്റ്റേഷൻ, കിള്ളിപ്പാലം, പാപ്പനംകോട് എന്നീ പ്രധാന സ്ഥലങ്ങളിലേക്കും മെട്രോ നീട്ടാനും പദ്ധതിയുണ്ട്. പലയിടങ്ങളിലും ഭൂഗർഭപാതയും പരിഗണിക്കുന്നുണ്ട്. ഏതാണ്ട് 15,000 കോടി രൂപയിലധികം ചെലവാകുമെന്നാണ് കരുതുന്നത്. 42 കിലോമീറ്റർ ദൂരമുള്ള മെട്രോ പാതയിൽ 37 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്ത് മെട്രോ പദ്ധതി വരുമെന്ന് ഏറെക്കാലമായി പറഞ്ഞു കേൾക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നഗരത്തിൽ മോണോ റെയിൽ നടപ്പിലാക്കാമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പിന്നീട് അത് ലൈറ്റ് മെട്രോയിലേക്ക് വഴിമാറി. കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് തയ്യാറാക്കിയ 6 അലൈൻമെന്റുകൾ മാസങ്ങളായി സംസ്ഥാന സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തീരുമാനമായാലേ പദ്ധതിയുടെ DPRലേക്ക് കടക്കാൻ കഴിയൂ. തുടർന്ന് വേണം കേന്ദ്ര അനുമതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പദ്ധതിയുടെ പേരിലുള്ള രാഷ്ട്രീയ നാടകങ്ങളും പ്രതീക്ഷിക്കാം. എന്തായാലും സംസ്ഥാനത്തിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന പദ്ധതി ഉടൻ നടപ്പിലാകുമെന്ന് തന്നെ കരുതാം.